ഇന്ത്യ ഇംഗ്ലണ്ട് ഒന്നാം ടെസ്റ്റ് മത്സരം ആവേശകരമായ അന്ത്യത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ലീഡ്സിലെ ഹെഡിംഗ്ലി ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സ് സ്കോർ 364 റൺസിന് അവസാനിച്ചു. 371 റൺസാണ് ഇംഗ്ലണ്ടിന്റെ വിജയലക്ഷ്യം. നാലാം ദിനം മത്സരം അവസാനിക്കുമ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാതെ ഇംഗ്ലണ്ട് 21 റൺസ് എടുത്തിട്ടുണ്ട്. അവസാന ദിനം ആതിഥേയർക്ക് ജയിക്കാൻ 350 റൺസാണ് ഇനി വേണ്ടത്. നാലാം ദിനം ഇംഗ്ലണ്ടിനെതിരെ രണ്ടാം ഇന്നിംഗ്സിൽ 6 ഓവറുകൾ എറിയാനുള്ള സമയം ലഭിച്ചെങ്കിലും തുടക്കത്തിൽ വിക്കറ്റുകൾ വീഴ്ത്തി എതിരാളികളെ സമ്മർദ്ദത്തിലാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞില്ല. മത്സരം പുനരാരംഭിക്കുമ്പോൾ 4 സാധ്യതകളാണ് നിലനിൽക്കുന്നത് എന്ന കാര്യം മത്സരത്തെ ആവേശകരമാക്കുന്നുണ്ട്. ഇരു ടീമുകൾക്കും വിജയിക്കാനും മത്സരം സമനിലയിൽ അവസാനിക്കാനും മഴ പെയ്യാനുമുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ജസ്പ്രീത് ബുംറയിലാണ് ഇന്ത്യയുടെ പ്രധാന പ്രതീക്ഷ. ആദ്യ ഇന്നിംഗ്സിൽ അദ്ദേഹം 5 വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു. അവസാന ദിവസങ്ങളിൽ കൂടുതൽ ടേൺ ലഭിക്കുമെന്നതിനാൽ രവീന്ദ്ര ജഡേജയ്ക്കും എന്തെങ്കിലും ചെയ്യാനായാൽ ഇന്ത്യക്ക് വിജയിക്കാം. ടെസ്റ്റ് മത്സരത്തെ നാലാം ഇന്നിംഗ്സിൽ 350 റൺസിലധികം വിജയലക്ഷ്യം പിന്തുടർന്ന് വിജയിച്ച സംഭവം 13 തവണയാണ് ഉണ്ടായിട്ടുള്ളത്. 2 തവണയും ഇതേ വേദിയിൽ തന്നെയാണ് അത് സംഭവിച്ചത്. 1948 ഇംഗ്ലണ്ടിനെതിരെ 404 റൺസ് നേടി ഓസ്ട്രേലിയയും 2019 ഓസ്ട്രേലിയക്കെതിരെ 359 റൺസ് നേടി ഇംഗ്ലണ്ടും ഈ പിച്ചിൽ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. 2 ഇന്നിംഗ്സുകളിലായി 5 സെഞ്ചുറികൾ പിറന്നിട്ടും ഇന്ത്യ മത്സരത്തിൽ ലഭിച്ച മേധാവിത്വം കളഞ്ഞുകുളിക്കുകയായിരുന്നു. ഒന്നാം ഇന്നിംഗ്സിൽ അവസാന 7 വിക്കറ്റുകൾ 41 റൺസിന് നഷ്ടപ്പെടുത്തിയ ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സിൽ അവസാന 6 വിക്കറ്റുകൾ 31 റൺസിനാണ് നഷ്ടമായത്. ഒന്നാം ഇന്നിംഗ്സിൽ 4-ന് 430 എന്ന നിലയിൽ നിന്ന് 471 ഓൾ ഔട്ട് ആയപ്പോൾ രണ്ടാം ഇന്നിംഗ്സിൽ 5-ന് 333 എന്ന നിലയിൽ നിന്ന് 364 റൺസിന് ഇന്ത്യ ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഋഷഭ് പന്ത് 2 ഇന്നിംഗ്സുകളിലും സെഞ്ചുറി നേടി. ആദ്യ ഇന്നിംഗ്സിൽ യശസ്വി ജയ്സ്വാൾ, ശുഭ്മാൻ ഗിൽ എന്നിവരും രണ്ടാം ഇന്നിംഗ്സിൽ KL രാഹുലും സെഞ്ചുറി സ്വന്തമാക്കിയിരുന്നു. രണ്ടാം ഇന്നിംഗ്സിൽ KL രാഹുൽ 137 റൺസ് എടുത്തും ഋഷഭ് പന്ത് 118 റൺസ് എടുത്തുമാണ് പുറത്തായത്. ഇന്ത്യയുടെ 364 റൺസിൽ ഭൂരിഭാഗവും രാഹുലിൻ്റെയും പന്തിൻ്റെയും സംഭാവനയായിരുന്നു. 4-ാം വിക്കറ്റിൽ 195 റൺസാണ് ഇരുവരും ചേർന്ന് നേടിയത്. കഴിഞ്ഞ ഇന്നിംഗ്സിൽ 0-ന് പുറത്തായിരുന്ന സായ് സുദർശൻ 30 റൺസും കരുൺ നായർ 20 റൺസും നേടി. 25 റൺസോടെ രവീന്ദ്ര ജഡേജ പുറത്താകാതെ നിന്നപ്പോൾ മറ്റുള്ള ആരും 2 അക്കം തികച്ചില്ല. അവസാന 3 പേരും ഡക്കായി. രണ്ടാം ഇന്നിംഗ്സിൽ കിടിലൻ സെഞ്ചുറിയാണ് ഇന്ത്യൻ ഓപ്പണർ KL രാഹുൽ നേടിയത്. ആദ്യ ഇന്നിംഗ്സിൽ 42 റൺസ് നേടി പുറത്തായ രാഹുൽ രണ്ടാം ഇന്നിംഗ്സിലും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു. രാഹുലിൻ്റെ 9ാമത് ടെസ്റ്റ് സെഞ്ചുറി കൂടിയായിരുന്നു ഇത്. താരം നേടിയ 9 ടെസ്റ്റ് സെഞ്ചുറികളിൽ 8 എണ്ണവും ഇന്ത്യക്ക് പുറത്താണ് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഈ സെഞ്ചുറി ഒരു കിടിലൻ റെക്കോർഡും KL രാഹുലിന് സമ്മാനിച്ചു. ഇംഗ്ലണ്ടിൽ രാഹുൽ നേടുന്ന 3ാമത്തെ ടെസ്റ്റ് സെഞ്ചുറി ആയിരുന്നു ഇത്. ഇതോടെ ഇംഗ്ലണ്ടിൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് സെഞ്ചുറികൾ നേടുന്ന ഏഷ്യൻ ഓപ്പണിംഗ് ബാറ്റർ എന്ന റെക്കോർഡ് KL രാഹുലിന് സ്വന്തമായി. ഇന്ത്യൻ ഇതിഹാസ താരങ്ങളായ രാഹുൽ ദ്രാവിഡിനെയും രവി ശാസ്ത്രിയെയുമാണ് രാഹുൽ ഇക്കാര്യത്തിൽ പിന്നിലാക്കിയത്. സേനാ രാജ്യങ്ങളിൽ കൂടുതൽ 50+ സ്കോറുകൾ നേടുന്ന ഇന്ത്യൻ ഓപ്പണർമാരിൽ 2ാം സ്ഥാനത്തെത്താനും ഈ ഇന്നിംഗ്സോടെ രാഹുലിനായി. നിലവിൽ 9 50+ സ്കോറുകളാണ് സേനാ രാജ്യങ്ങളിൽ രാഹുലിൻ്റെ സമ്പാദ്യം. 19 50+ സ്കോറുകൾ നേടി ഇതിഹാസ താരം സുനിൽ ഗവാസ്കറാണ് ഈ നേട്ടത്തിൽ 1ാം സ്ഥാനത്തുള്ളത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.